ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത് മോമോർഫിക് ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ മെനുവിലേക്ക് ഒന്നും ആയിട്ടില്ല. ഇത് മിക്കവരും ചെയ്യണം. അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ MCPDL എന്നുള്ള ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനാണ്. അപ്പോൾ ക്രിസ്റ്റിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്പോണിംഗ് പോയിൻ്റ് ഇവിടെയാണ്. തൊട്ടടുത്ത് ഒരു വില്ലേജ് കണ്ടതായിട്ട് തോന്നി. വില്ലേജ് ഉണ്ട്. അപ്പോൾ ഇത് സീഡ് ബെസ്റ്റാട്ടോ. അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങാം. അപ്പം പിന്നെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാം ആരെങ്കിലും ഇവിടെ നിന്ന് കിട്ടുമോ നോക്കാം. അതൊരു കൗവിൽ നിന്ന് തന്നെ സ്റ്റാർട്ടിങ് തുടങ്ങാം. ഓഫാൻ അതിനാദ്യം നമുക്ക് അതിനെ കൊല്ലണം. കൊല്ലണമെങ്കിൽ ഇച്ചിരി നമുക്ക് ഇടിച്ചിടിച്ചില്ല. ക്യാമറ ചെറ്റ് യെസ് ഗൈസ്. അപ്പോൾ നമ്മൾ പശു കുഞ്ഞിലേക്കുമായിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണാമല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ പശു ഗൈസ് കവായി വാ. ഹാർട്ട് കുറവാട്ടോ ഗൈസ്. പശുവിൻ്റെ ഹാർട്ട് കുറവാ. കുഞ്ഞിരിക്കാൻ പറ്റില്ലേ? നമുക്ക് ആടാം. യെസ് ഗൈസ്, നമ്മൾ ആടിനെ എങ്ങനെ കൊന്നിരിക്കുന്നു. ആടിനൊരു എബിലിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് പുല്ല് തിന്നാൻ പറ്റുമെന്നാണ്. യെസ് ഗൈസ്, നമുക്കപ്പോൾ ഡയറക്റ്റ് ബ്ലോക്ക് ആടും കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പഴയതുപോലെ തന്നെ മാറാം. അപ്പോൾ നമുക്കിനി മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ വാർഡനെ വാർഡനെ അല്ലെങ്കിൽ ഡ്രാഗൺ ഒക്കെ നമുക്ക് ആവണം. അത് ഈ വേർഡിൽ തന്നെ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. അത് ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ ഇത് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഈ മോഡ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആണെങ്കിൽ എടുക്കാൻ പറ്റും. സർവൈവലാണെങ്കിൽ നിങ്ങൾക്ക് നെതറിൽ പോയിട്ട് അവിടുന്ന് സോൾ സാൻഡ് ഇട്ടുപിടിച്ച് ആ സോൾ സാൻഡ് കൊണ്ട് സ്മെൽറ്റ് ചെയ്ത് ഒരു ഗ്ലാസ് പോലെ തന്നെ കിട്ടും. അതും പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ സോൾ സാൻഡ് കൂടി വെച്ച് ഈ മോർഫ് ബ്രേസ്ലെറ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഈ മോഡ് ആഡ് ചെയ്ത സമയത്ത് ഈ ഇൻവെൻട്രിയിലേക്ക് ഈ മോർഫിംഗ് ബ്രേസ്ലെറ്റ് കൂടി ആഡ് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെതർ വരെ പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഇത് ഡാമേജ് റിപ്പയർ ചെയ്യാൻ വേണ്ടി സോൾ സാൻഡ് വേണം. അപ്പോൾ പിന്നെ നമുക്കിനി ഒരു വില്ലേജറിങ് ആവാം. ഞാൻ ആയതിനെ വില്ലേജർ എനിക്ക് കോപ്പി ചെയ്യാം. യെസ് ഗൈസ്, നമ്മളിപ്പോൾ വില്ലേജറായി ഗൈസ്. ഇതാ മറ്റു ട്രേഡൊന്നും കിട്ടില്ലാത്ത വില്ലേജറല്ലേ? അല്ലെങ്കിൽ ഈ വില്ലേജർ നമുക്ക് ട്രേഡൊന്നും കിട്ടില്ലാത്ത വില്ലേജറല്ലേ? ആ ടൈപ്പാണ് അപ്പോൾ നമ്മൾ അയക്കണേ. അപ്പോൾ ഗൈസ് അപ്പോൾ നമുക്ക് വില്ലേജറായി. അപ്പോൾ സോംബിയൊക്കെ വന്നാൽ നമ്മൾ കൊല്ലും, അല്ലെങ്കിൽ നമ്മൾ കൊല്ലും. പക്ഷേ സോംബി വില്ലേജറിനെ കടിക്കുമ്പോൾ വില്ലേജർ സോംബി ആവുമല്ലോ. നമുക്കിനി അയങ്കോളം ഉണ്ടോ നോക്കാം ഗൈസ്. ഗൈസ്, അതിന് മുമ്പ് ഞാൻ ഇച്ചിരി ടൂൾസ് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാനങ്ങനെ സ്റ്റോൺ സോഡും വുഡൻ സോഡൊക്കെ ഉണ്ടാക്കി. ഇനി നമുക്ക് അയങ്കുളത്തിനാണ്. ഗൈസ്, അയങ്കുളത്തിന് ബെസ്റ്റ്. ഇറച്ചി ഫുഡ് കഴിക്കട്ടെ. ഇതിൻ്റെ കാര്യം ഓർത്തപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അയങ്കോളത്തിനെ അങ്ങ് അടിച്ചിട്ടങ്ങ് ഓടാം ഗൈസ്. യെസ്, ആദ്യമായിട്ടായിരിക്കും വില്ലേജിൽ അയങ്കോളത്തിനെ അടിച്ചിട്ട് പോകണേ. നിങ്ങളത് ആനിമേഷനിലൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഒരു ബെസ്റ്റ് സ്പോട്ട് ഇട്ടിട്ടെ. ഓക്കെ അയങ്കോളം, ഐ ആം ഹിയർ. യെസ് ഗൈസ്, ഡാമേജ് എടുക്കില്ല. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ അയങ്കോളം ഗൈസ് സെറ്റ് സാധനം. നടക്കണ സ്ലോ നൈറ്റ് ബെസ്റ്റാണ്. എനിക്ക് നൈറ്റ് അല്ലെങ്കിൽ ഇഷ്ടമാണ്. ഈ മൂടൻ സോഡ് ഉപയോഗിക്കുക
ഗൈസ് ഈ വൈങ്കോളടിക്കുമ്പോൾ സീനായിട്ട് ഇത് പറന്നു പോകും കണ്ടോ. ആയി ബെസ്റ്റ് സാധനം. എല്ലാവരും കയറിപ്പോൾ അല്ലെങ്കിൽ അയങ്കോളം വന്നു. ഇനി അയങ്കോളം നിങ്ങളെയൊക്കെ രക്ഷിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ല അയങ്കോളമായി. ഇനി വാടം വരെ എത്തണമെങ്കിൽ ഇച്ചിരി റിസ്ക്കാണ്. വാടം കണ്ടുപിടിക്കുന്ന ഏഷ്യൻ സിറ്റി കണ്ടുപിടിക്കുന്നത് അതൊക്കെ വലിയ ചടങ്ങാണ്. കാരണം ഞാൻ സ്പോട്ടിൽ എനിക്ക് ഏഷ്യൻ സിറ്റി ആയിട്ടൊന്നും കാണണ്ട. കാരണം ഈ മൗണ്ടൻ കണ്ടിട്ട് തോന്നണം അവിടെ സ്പോൺ ആയിട്ടുണ്ടാവുന്നു, അറിയില്ല. ഏതായാലും അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഡ്രാഗൺ. ഓ അപ്പോൾ നൈറ്റ് ആവുകയാണ് ഗൈസ്. നൈറ്റ് ആവട്ടെ. ഓ ഗൈസ് നമുക്ക് അത് റീസ്പോണിങ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. നോട്ടെ എനിക്ക് റീസ്പോണിങ് പോയിന്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ റീസ്പോണിങ് പോയിന്റ് അങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നൈറ്റായി കുഴപ്പമില്ല. അതിന് മുമ്പ് കുറച്ച് ഫുഡ് റെഡിയാക്കണം. അപ്പോൾ നമുക്ക് പോവാം. ഓ പിക്കായി. സോറി ഫുഡ് കിട്ടി. ഇപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് കാണാൻ പോലെ ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ അത്യാവശ്യം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വില്ലേജറാവാം. സോറി നൈറ്റ് ആകുമ്പോൾ നമുക്ക് നൈസായിട്ട് അയങ്കോളാവാം. അപ്പോൾ ഞാനിനി ഏൻഷ്യൻ സിറ്റി അല്ലെങ്കിൽ ഇത് കുറച്ചങ്ങ് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തില്ല. കുറച്ച് നൈറ്റായി. കുറച്ച് ഫുഡൊന്നും ഒപ്പിക്കാനൊക്കെ പോയപ്പോൾ നൈറ്റായി. അപ്പോൾ നൈറ്റായി. ഇനി നമുക്ക് ഹോസ്റ്റൽ മോബ്സിനെയും കൂടി ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് കൊന്നിട്ട് നോക്കാം. അയങ്കോളസിനെ ക്രീപ്പർ അയങ്കോളസിനെ അറ്റാക്ക് ചെയ്യില്ലെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷെ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കുറവാണെങ്കിൽ ക്രീപ്പർ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അയങ്കോളസിന് വെള്ളത്തിനടിയിൽ നമുക്ക് ശ്വാസം കിട്ടും. നമുക്ക് ഫാൾ ഡാമേജ് എടുക്കില്ല. അയങ്കോളായ നമുക്ക് നടുക്ക് സെൻറ്ററായിട്ട് നിൽക്കാം. അപ്പോൾ മോബ് വന്നാൽ നമുക്ക് കൊല്ലാൻ പറ്റുമല്ലോ. ഞാൻ ഈ മോർഫിംഗ് ബ്രേസ്ലെറ്റ് യൂസ് ചെയ്തിട്ട് മൈൻക്രാഫ്റ്റ് അങ്ങനെ കളി തീർത്തിട്ടില്ല. അല്ലാണ്ട് ഞാൻ കളി തീർക്കാറുള്ളൂ. ഇതിപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് കണ്ടോണ്ട് ഈ മോഡ് ട്രൈ ചെയ്താണ്. പിന്നെ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യാത്തവരാണ് നിങ്ങളിത് ട്രൈ ചെയ്തോണം. നല്ല സെറ്റ് പോകുമാണ്. അപ്പോൾ നമുക്ക് പരിപാടിയൊക്കെ സോംബിക്ക് ഇതൊന്നും ഇല്ല ഇവിടെ. നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ ഭയങ്കര സ്ലോ ആയിരിക്കും. അല്ലെങ്കിലും ഭയങ്കര സ്ലോ ആണ്. യെസ് വഴി മാറിപ്പോയി. നമ്മൾ പെട്ടെന്ന് വെള്ളത്തിൽ പോകണം. ഞാൻ ഉദ്ദേശിച്ചത് ട്രിക്ക് മാറിപ്പോയി. അപ്പോൾ നമ്മളേതായാലും ഒരു മൂവായിട്ടുണ്ട്. ഇനി അതിലേക്ക് പോയിട്ടാണ് സ്കില്ല്. ഓക്കെ ഗൈസ്, നമ്മൾ സ്കെലിട്ടനായി ഗൈസ്. ഇതാണ് ഗൈസ്, നമ്മൾ സ്കെലിട്ടനായി. സൂപ്പർ സംഭവം. നമ്മളിപ്പോൾ സ്കെലിട്ടനായി. നമുക്ക് അറ്റാക്കാൻ പണിയൊക്കെ തുടങ്ങാം. സോംബിനെ കൊന്നില്ല അല്ലേ? നമുക്ക് സോംബി ആണോ? ഒരു സോംബിനെ കണ്ടു. അയ്യോ അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ എത്ര വടാ മോനെ ദിനേശാണ്. നമ്മൾ 2 യൂസ് ചെയ്യും സോംബി ആകുമ്പോൾ. സ്വന്തം വേറെ സോംബി തന്നെ കൊടുക്കും. ഓക്കെ വില്ലേജറെ, ഞാൻ നിങ്ങളെ പ്രൊട്ടക്ഷൻ ചെയ്തു. ഇനി എനിക്ക് പകരമായിട്ട് നിന്നെ ഒന്ന് സോംബി വില്ലേജറാക്കണം. അത്രേ ഉള്ളൂ. ആദ്യമായിട്ടായിരിക്കും ഒരു സോംബി വില്ലേജറിൻ്റെ റൂമിൽ കയറണം. യെസ് നീ പൊക്കോ. നിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അയ്യോ സോറി റോങ് നമ്പർ.
പക്ഷേ ഇതെന്താല്ലേ ക്രാഫ്റ്റിൻ്റെ ഒരേ കളികളെ. അവനത് മറന്നു പോയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അതേ ഒരു ക്രീപ്പർ. ആ ക്രീപ്പറിനെ ഞാൻ പോയി കുറച്ച് ശല്യം ചെയ്യാം. ഓക്കെ ഓക്കെ. നമ്മൾ ക്രീപ്പറായി ഗൈസ്. നമ്മൾ ക്രീപ്പറായ പൊട്ടിത്തെറിക്കാനില്ലേ? അയ്യോ വേണ്ട വേണ്ട വേണ്ട, പൊട്ടിത്തെറിച്ചാൽ നമ്മൾ ചാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇനി ഒന്നെങ്കിൽ വാർഡിൻ്റെ സ്ഥലത്തോ അല്ലെങ്കിൽ വാർഡിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പോർട്ടൽ കണ്ടുപിടിച്ചിട്ട് ഇനി അപ്ഡേറ്റ് ചെയ്യാം. സോറി. അപ്പോൾ ഇനി നമുക്ക് എന്നായിരുന്നു, അപ്പോൾ നമ്മളിനി ഇനി ഒന്നുകിൽ രണ്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കണം. അത് ഇച്ചിരി റിസ്ക് ചടങ്ങാണ്. അപ്പോൾ ഫുഡൊക്കെ അത്യാവശ്യം ഇനി എടുക്കണം. ഇനി ഏതായാലും നമ്മൾ അറ്റാക്കബിൾ ആയിട്ടുള്ള മോബാണ്. അതുകൊണ്ട് ക്രീപ്പറായിട്ട് തന്നെ ക്രീപ്പറിനെ വേറെ മോബ്സൊന്നും അറ്റാക്ക് ചെയ്യില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇനി നമ്മൾ അവിടെ വരെ എത്തിയിട്ട് ഇനി അപ്ഡേറ്റ് ചെയ്യാം. ഇനി നെതറിലേക്കും പോകണം. കുറച്ച് പരിപാടി ഉണ്ട്, അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പോർട്ടൽ ഉണ്ടാക്കി ഇവിടുന്ന്. ഇനി നമുക്ക് അവിടുന്ന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനത് അയൺ ആർമർ കിട്ടി. പക്ഷേ ഡയമണ്ട് ഒരു പിക്കാക്സ് ഉണ്ടാക്കാനായിട്ടുള്ളത് കിട്ടി. പിന്നെ 2 പിക്കാക്സ് ഉണ്ടാക്കി. ഓർമ്മ ഞാൻ വേറെ ചെസ്റ്റിൽ വെച്ചേക്കാം. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പൊട്ടിക്കാത്ത ഓർമ്മയായിട്ട് എടുത്തുകൊണ്ട് വന്നേക്കാം. സ്പോണിങ് പോയിന്റ് കറക്റ്റല്ലല്ലോ. ഇവിടെ നെതറൈറ്റ് കണ്ടുപിടിക്കുന്ന ഗൈസ്. എന്നാലേ നമുക്ക് ഒന്ന് വാർഡിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ട് വലിയ കാര്യമുള്ളൂ ഗൈസ്. ഞാൻ ഈ ഗോൾഡ് മൂസ്സ് നമ്മളെങ്ങനെ നമ്മൾ പഴയ രൂപത്തിലേക്ക് വരുമ്പോഴേ പിഗ്ലിംസ് നഷ്ടമൊക്കെ ആയിരിക്കാനാണ്. അയ്യോ, നമ്മളെവിടെ നിന്നായിരുന്നു വന്നത്? അയ്യോ ഒരു മിനിറ്റ് ഗൈസ്, നമ്മൾ വന്ന സ്ഥലം ഞാൻ സ്പോണിങ് ഇവിടെ എത്തിയ സ്പോട്ടിലേക്ക് ഒന്നുകൂടെ പോട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഏകദേശം നിരന്തരം കുറേ നേരത്തെ കഷ്ടപ്പാടുകൾ ഉണ്ടാക്കി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നെതറൈറ്റ് അങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഞാൻ എൻ്റെ HP കുറേ പോയി. ഞാൻ കുറേ പ്രാവശ്യം അവിടെ വീണിട്ട് ചത്തു. ഞാൻ കുറേ പ്രാവശ്യം അവിടെ വീണിട്ടങ്ങ് ചത്തുപോയി. ഞാൻ അന്നേരം ചെസ്റ്റ് അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് നെതറിൽ. അതിനി ഞാൻ പിന്നെ ഈ വേൾഡിൽ കയറുമ്പോൾ എടുത്തോളാം. അപ്പോൾ ഞാൻ അവിടെ വെച്ച് ഞാൻ ഇത്രയും മോബിനെ കൊണ്ടും ഗാസ്റ്റിനെ കിട്ടിയില്ല. ഗാസ്റ്റിനെ എനിക്ക് അങ്ങനെ കിട്ടിയില്ല. ഞാൻ സ്പോണ സ്ഥലം നിങ്ങൾ കണ്ടില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഗാസ്റ്റിനെ കിട്ടിയില്ല. ഇനി നമ്മൾ NCT അതിനെ ഇവിടെ ഈ ഭാഗത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോർട്ടൽ തപ്പി അങ്ങ് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ പോർട്ടൽ തപ്പി കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഈ വേൾഡിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. RBDയിലോ ഇത് ഞാൻ ഒന്ന് കാണിക്കാം കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ അടിക്കുമ്പോൾ വിഷവാതകം അടിയേറ്റുന്ന ആൾ വരും, അതറിയാലോ. നമ്മളിപ്പോൾ വെതർ സ്കെൽട്ടനാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്നായി നോക്കാം. ഇത് സെറ്റപ്പ് സാധനമായിരിക്കും. ഒന്നും കാണാൻ പാടില്ല ഗൈസ്. അങ്ങനെയല്ലേ കൂട്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാമില്ലേ? അപ്പോൾ ഫുഡങ്ങനെ അത്ര യൂസായില്ല. പിന്നെ നമ്മൾ ആർമറൊക്കെ ഉണ്ടാക്കി. ഇനി ഇതിന് എൻചാൻറ്റും ചെയ്യാനുള്ള സമയമൊന്നുമില്ല. ഇനി നമുക്ക് നെതറിലേക്ക് കുറച്ച് ബെഡ് പൊട്ടിച്ചുകൊണ്ട് ഞാൻ ബെഡ് വെച്ചാണ് ഡ്രാഗനെ കൊല്ലാൻ ഉദ്ദേശിക്കണത്. പിന്നെ കുറച്ച് ബോ ആവശ്യമില്ല. നമുക്ക് സ്കെൽട്ടനായപ്പോൾ അൺലിമിറ്റഡ് ബോ കിട്ടും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലോ. പിന്നെ അടിക്കുമ്പോൾ അയൺ ഗോളായിട്ട് അടിച്ചാൽ മതി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ. അപ്പോൾ ഞാൻ പോർട്ടൽ കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാനങ്ങനെ സ്ട്രെയിറ്റ് മൈനാണ് ചെയ്തു വന്നത്. അപ്പോൾ ഇപ്പോൾ ഭാഗ്യം കൊണ്ട് എനിക്ക് എൻ്റെ ഈ സീഡിൽ ഇത് കിട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ പോർട്ടലിൻ്റെ അടുത്ത എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കങ്ങനെ പോയി നോക്കാം. നമ്മൾ വില്ലേജറായിരുന്നല്ലേ ഗൈസ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ള നമുക്ക് മൊബൈൽ സ്കെൽട്ടൻ ഗൈസ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ള നമ്മൾ കറക്റ്റ് സ്പോണിങ് ബോട്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇത് തൂടി വെച്ചൊക്കെ അത് മതി.
വേറൊരു മുഖമൊന്നും ഇല്ല. ഇതെങ്ങനെ കറക്റ്റ് പക്ഷേ ഗൈസ് ഓർ ഗൈസ് ഇവിടെ ഓർണം പോലും ഇല്ല. ഇത് വല്ലാത്ത ചതിയായിപ്പോട്ടെ ഗൈസ്. ഇത് നോക്ക്, ഓർണം പോലും ഇല്ല. ചെള്ള കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഞാനങ്ങനെ എൻ്റെ പോർട്ടൽ എത്തിയിട്ട് അങ്ങ് അപ്ഡേറ്റ് ചെയ്യാം. എന്തോ ഒരു സാധനം എടുക്കാൻ മറന്നു തോന്നുന്നു. അപ്പോൾ ഞാൻ എടുക്കാനുള്ള സാധനം കൂടെ എടുത്തിട്ട് ഞാൻ എൻ്റെ പോർട്ടൽ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ എത്തി. ഇനി നമുക്ക് പരിപാടി എന്ന് പറയുക നമ്മൾ ഇവിടെ എൻ്റർമാനാകുമ്പോൾ ഞാൻ ചെയ്തില്ല ഗൈസ്. നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഗൈസ് ഇതന്നെ ഇതിന് പറ്റിയെന്ന് എനിക്കറിയില്ലല്ലോ ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കമൻറ്റ് ചെയ്യണേ. എത്ര രൂപ ഉള്ളതായാലും ഗൈസ് എനിക്കറിയില്ല. പെട്ടെന്ന് മാറ്റം പിന്നെ ഗൈസ് എനിക്ക് ഇതിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാനുള്ള സമയമില്ല. കാരണം എനിക്ക് നിങ്ങളുടെ വീഡിയോ ഒത്തിരി മുന്നോട്ടായെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അറ്റാക്ക് ചെയ്തിട്ടാണ്. അതെ ഗൈസ് എന്നെ സംഭവിച്ചതെന്ന് എനിക്ക് ക്ലിയർ മനസ്സിലായില്ല. ഇവർ അറ്റാക്ക് ചെയ്തിട്ടാണോ നമുക്കറിയാം. അപ്പോൾ ഏതായാലും ട്രാൻസ്ലേഷൻ ഒന്നും ചെയ്യണം. ഗൈസ് നമ്മളങ്ങനെ മേളിലേക്ക് കയറുവാണ്. ഇവരെ കണ്ടു നോക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ ഡാമേജ് ഒത്തിരി എടുത്തു തോന്നുന്നു. അപ്പം ഞാനത് ഇച്ചിരി ആയിട്ടങ്ങ് കുറച്ചങ്ങ് ആയിട്ട് ഞാൻ കുറച്ചൊക്കെ ആയിട്ട് അപ്ഡേറ്റ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇത് പൊട്ടാറായി. നമ്മുടെ ബെഡും തീർന്നു ഗൈസ്. നമ്മുടെ ബെഡും തീർന്നു. ബെഡും തീർന്നു. എല്ലാം പൊട്ടിച്ച് മോശമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം വരും. ഞാൻ ഓർണോട് എടുത്താണ് സംശയമുണ്ട്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയും കാണിച്ച് പൊട്ടിക്കണം. ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ അടിച്ചാൽ ജസ്റ്റ് എവിടെടാ നീ ധൈര്യം വാടാ. ഡെഡ്ലി വാർ നടക്കുകയാണ്. വാടാ എന്നാ എനിക്ക് ഒരു ഹാർട്ട് ഉള്ളൂ. കാരണം ഞാൻ പിന്നെയും ചാവും. എനിക്ക് എങ്ങോട്ടേലും ഓടിപ്പോണം. ഇവിടെ വെച്ച് ഞാൻ ഇപ്പോൾ ചാടുന്ന ഉറപ്പാണ്. ട്രാൻസ്ഫോർമേഷൻ അയ്യോ വില്ലേജറോ?
ഗൈസ് നമ്മൾ പിന്നെയും ചത്തു കഴിക്കണം ഗൈസ്. ഇനി നമുക്ക് ഒന്നുകൂടി ആ സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനത് ഇച്ചിരി ഇട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഡ്രാഗന് പിന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യെസ് ഗൈസ് ഞാൻ ആ മോബ് ഇങ്ങനെ മാറി മാറി കളിച്ച അവസാനം ഞാൻ ചത്തു ഗൈസ്. ആയങ്കോളത്തിൻ്റെ കൂടെ കളിക്കടാ. വാടാ വാടാ നീ ഇന്ന് വരും. പിന്നെ മോവ് കയറി ഗൈസ്. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം ഈ മോഡ് യൂസ് ചെയ്യുമ്പോഴേ നമ്മൾ മോബ് ഇങ്ങനെ മാറി കളിക്കരുത്. വാ മോനെ ദിനേശ വാ, ഞാൻ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി. ഇത്ര ഇറ്റൊക്കെ ഉള്ളോ? പോടാക്കാം. അയ്യോ വാടാ പൂരത്തിൻ്റെ പൂരം നോക്കണം. മോനെ ദിനേശ വെയിറ്റ് ചെയ്യാൻ വേണ്ടി. വാടാ ഞാൻ കൊന്നിട്ടുണ്ട് ഇതിനെ. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഇച്ചിരി പ്രശ്നം കൂടുതലായി. ഇതിനെല്ലാവരും എൻഡർമാനും ഡ്രാഗൻ അതിൽ തിരിഞ്ഞു. അയ്യോ ഗൈസ് തീർന്നു. പണി എടുക്കുകയാണെങ്കിൽ തീർന്നു. മോബായ അവസാനം പണി കിട്ടി ഗൈസ്. ഇതിപ്പോൾ എവിടെ നിന്ന് വരുമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പണി കിട്ടിയേക്കണേ. എവിടെ നിന്ന് വേണമെങ്കിലും വരും ഗൈസ്. ഇതുമാതിരിയുള്ള പണി കിട്ടിയേക്കണേ. ഫോൺ ഇപ്പോൾ അയ്യോ ഗൈസ് ഇങ്ങനെ എന്തൊരു കാര്യമില്ല ഗൈസ്. അതെ ദിനേശ് കഴിഞ്ഞു. നിങ്ങളുടെ ഒറ്റയ്ക്കാണ്. വാടാ waiting for you. പണി കിട്ടി. നമ്മൾ പിന്നെ ചത്തു. യെസ് ഗൈസ് നമ്മളിപ്പോൾ ഇപ്പം ചത്തു. ഞാൻ പിന്നെ തീട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. നമ്മൾ ഫൈനലി കൊന്നു. നമ്മളങ്ങനെ ഫൈനലി കൊന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് ഞാൻ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാവേ. ഇപ്പോൾ ഗൈസ് ഫൈനലി എൻ്റർടൈനായി. അപ്പോൾ നമുക്ക് ആരെ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് പറക്കാൻ പറ്റില്ല.